ആ ഓക്കെ. സോ അപ്പൊ നമ്മള് GKയുടെ ക്ലാസ്സസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സസിന്റെ കണ്ടിന്യൂവേഷൻ. ഇന്നലെ അപ്പൊ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി ആയിരുന്നു എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോർഷൻ. സോ ഇന്ന് നമ്മളിപ്പോ നോക്കാനായിട്ട് പോകുന്നത് പൊളിറ്റി ആണ്. ഓക്കെ, ഇന്ത്യൻ പൊളിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ പൊളിറ്റിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഓൾറെഡി നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ എന്തായിരുന്നു ബ്രിട്ടീഷേഴ്സിന്റെ ഒരു കോളനി ആയിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, സ്ഥലമായിരുന്നു അല്ലെ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബ്രിട്ടീഷ് കോളനി ആയിട്ട് ഇരുന്ന സമയത്ത് വി ഹാഡ് എന്താ, ബ്രിട്ടീഷേഴ്സ് ഇമ്പോസ് ചെയ്ത റൂൾസിന്റെ അണ്ടറിലായിരുന്നു നമ്മുടെ ഇവിടുത്തെ എല്ലാ ഫംഗ്ഷനിങ്ങും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, നടന്നുകൊണ്ടിരുന്നത് അല്ലെ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻസിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ത്യക്ക് അല്ലെങ്കിൽ നമുക്കായിട്ട് എന്ത് വേണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നും അല്ലെങ്കിൽ നമുക്കായിട്ട് എന്ത് ചെയ്യണം, ദർ ഷുഡ് ബി സം റിട്ടൺ റൂൾസ് വേണം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ വന്നത് എന്താ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് അല്ലെ. ബിക്കോസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ റൂൾസും റെഗുലേഷൻസും ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു, ഓൾറെഡി അവരുടെ കോളനി ആയിട്ടിരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ എണ്ണത്തിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലതിനോട് ചില ഐഡിയാസ് ഒക്കെ ഉള്ള നല്ല ഐഡിയാസിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റും. ചില എന്താ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. സോ അപ്പം കുറെ ഇൻക്ലൂഷൻസ് അല്ലെങ്കിൽ പല പല രാജ്യത്ത് നിന്നും പലയിടത്തു നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കടമായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻ ദ സെൻസ് നമുക്കത് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത് ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുറന്തള്ളിയിട്ടുമുണ്ട് അല്ലെ. സോ അങ്ങനെയുള്ള ആ ഒരു ഇതിലോട്ട്, അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിം വർക്കിലോട്ട് എത്തുന്നതിന് മുമ്പ് വി ഹാഡ് എ ഹിസ്റ്ററി, അല്ലെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെ. കുറേ അധികം റൂൾസും റെഗുലേഷൻസിലൂടും കുറെ അടിച്ചമർത്തലുകളും അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കടന്നു പോയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഹിസ്റ്റോറിക് പീരീഡ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് എത്തുന്നത്. സോ ഇന്നപ്പം നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഇവല്യൂഷൻ ഇൻ ദ സെൻസ് എന്താ, ആ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറെ അധികം റൂൾസും റെഗുലേഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്തു, കടന്നു വന്നു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ത്യ ഇൻഡിപെൻഡൻസിൽ എത്തുന്നത്. സോ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ വന്നു എന്ന് പറയുമ്പോൾ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻടു ടു. അതായത് എവിടുന്നാ ശരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു, ഇവിടെ വന്ന് ആ ഒരു എന്താ സമയം മുതലാണ് നമുക്ക് എന്ത് ചെയ്തത്, നമ്മൾ കോളനി ആയിട്ട്, അതിന് മുമ്പും കുറെ ഫോറിൻ ഇൻവേഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ കാലം നമ്മളെ റൂള് ചെയ്ത ഒരു മെയിൻ എന്ന് പറയുന്നത് ആരാ, ഇറ്റ് ഈസ് ബ്രിട്ടീഷ്. സോ ബ്രിട്ടീഷേഴ്സിന്റെ വരവോടെയാണ് ഇവിടെ എന്ത് ചെയ്തത്, പല തരത്തിലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ആ ബ്രിട്ടീഷ് റൂളിനെ തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഇവിടെ കൊണ്ടുവന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻടു ടു. നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ദ കമ്പനി റൂളും പിന്നെന്താണ് ദ ക്രൗൺ റൂളും. അപ്പൊ എന്താ അതിന്റെ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന സമയം എന്നുള്ളത്. സോ അതെന്തായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു, കമ്പനി റൂളിന്റെ അണ്ടറിലായിരുന്നു നമ്മൾ എന്തുണ്ടായിരുന്നത്, ഉണ്ടായിരുന്നത്. സോ കുറെ നാൾ ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂളിന്റെ അണ്ടറിൽ പോയതിനു ശേഷം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ആര് ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മൾ കോളനി ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ റൂളിംഗ് പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, നേരിട്ട് ക്യൂൻ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റെടുക്കും. ഓക്കെ. സോ ക്യൂൻ ഏറ്റെടുത്തതിന് ശേഷമുള്ള പീരീഡ് ആണ് എന്ത് ആക്ച്വലി ക്രൗൺ റൂൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്തേക്കുന്നത്, കമ്പനി റൂൾ എന്നും അതേപോലെ തന്നെ ക്രൗൺ റൂൾ എന്നും നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, രണ്ട് എൻറ്റിറ്റി അല്ലെങ്കിൽ രണ്ട് പീരീഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കമ്പനി റൂളിന്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്തുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത്രയ്ക്കും ഇന്ത്യൻസിനെ ഒട്ടും എന്താ വളരെ കുറവ് മാത്രം അല്ലെങ്കിൽ ഒട്ടും തന്നെ എന്ന് പറയാം എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെമ്പർ ഇൻക്ലൂഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഫുൾ എന്തായിരുന്നു, കമ്പനി റൂളിന്റെ അണ്ടറിലായിരുന്നു. ഓക്കെ,
പിന്നീട് ആ ഒരു റൂളിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെയും അങ്ങനെ ഉള്ള ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസിന്റെ ബേസിസിൽ ക്രൗൺ റൂളൊക്കെ എത്തുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇവിടെ ചില ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ടോ ഒന്നോ രണ്ടോ ഈവൻ ദോ നമുക്ക് ഒരുപാട് അധികാരങ്ങളൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും ഒന്നോ രണ്ടോ പേരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻക്ലൂഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. മെമ്പർ ഒരു യാസിൻ നെയിം പോലെ, അതായത് ചുമ്മാ പേരിനെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ. സോ അങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇതിപ്പോ 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് കമ്പനി റൂളിന്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് എന്താ, ബിഫോർ 1947 എന്തായിരുന്നു, നമ്മൾ 2 എൻറ്റിറ്റീസ് ഉണ്ടായിരുന്നു, കുറെ പ്രിൻസ്ലി സ്റ്റേറ്റ്സും അതേപോലെ തന്നെ എന്തുണ്ടായിരുന്നു, അതായത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അവിടുത്തെ റൂൾ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്, ബ്രിട്ടീഷേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഒരു ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ചില നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ അല്ലെ ചില നാട്ടുരാജ്യങ്ങളിലെ ബ്രിട്ടീഷേഴ്സിനോട് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള എന്തുണ്ട്, നാട്ടുരാജ്യങ്ങളും ഉണ്ട്. അല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാതെ മാറി നിന്ന എന്തുണ്ട്, നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരും ഉണ്ട് അല്ലെ. സോ അപ്പം എന്താണ് മെയിൻലി അവിടെ ഒരു എന്താ ഒരു കോൺഫ്ലിക്റ്റ് അപ്പോഴേ എന്തുണ്ട്, ഉണ്ട്. ഓക്കെ. സോ അതിനൊക്കെ ശേഷമാണ് എന്ത് ചെയ്തത്, ഇൻഡിപെൻഡൻസിന് ശേഷം എല്ലാവരും എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഉള്ള ഒരു എന്താ സിസ്റ്റം പോലെ എന്തുണ്ട്, സെന്റർ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ടൈപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗവേണൻസ് സിസ്റ്റം ഒക്കെ മാറി. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, സെൽഫ് ഗവൺമെന്റ്സും അതേപോലെ ലോക്കൽ ഗവൺമെന്റ് സിസ്റ്റത്തിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇവല്യൂഷൻ വഴി നമ്മൾ എന്ത് ചെയ്തു, എത്തി. ഓക്കെ. സോ ഇവിടെ വരെ എത്താൻ വേണ്ടി നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. സോ ആ സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആദ്യം നോക്കുന്നതാണ് കമ്പനി റൂൾ. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം അവർ നമ്മളിലേക്ക് ഫസ്റ്റ് ഇമ്പോസ് ചെയ്യുന്ന ആദ്യത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. ഓക്കെ. അപ്പം എന്താണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് ചോദിച്ചാൽ എന്താണ്, ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു, നമ്മുടെ ഫുൾ അതായത് കോളനി ആയിട്ടുള്ള നമ്മുടെ എന്ത് ചെയ്തു, ഫുൾ കൺട്രോൾ എന്ത് ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. ആൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ അവരെന്ത് ചെയ്യുന്നു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ളതായിരുന്നു എന്താ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഫോർട്ട് വില്യം എന്ന് പറയുന്ന ഗവർണർ ഓഫ് ബംഗാളിനെ എന്ത് നെയിമിലോട്ട് അവർ മാറ്റി, അതായത് ഗവർണർ ഓഫ് ബംഗാൾ എന്ന പേര് അവരെന്താക്കി മാറ്റി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നതിലോട്ട് മാറ്റിയത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ്, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ അണ്ടറിലാണ്. ആ ഗവർണർ അല്ലെങ്കിൽ ഗവർണർ എന്നുള്ള ടേം എന്തായിട്ട് മാറിയത്, ഗവർണർ ജനറൽ എന്ന ടേം ആയിട്ട് മാറിയത്. ഓക്കെ. അങ്ങനെ ഗവർണർ ജനറൽ ആയിട്ട് മാറിയതിനു ശേഷമുള്ള ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്, വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇപ്പോഴും പല എക്സാംസിനും എന്ത് ചെയ്യുന്ന ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആരാണ്. സോ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ. സോ ഇനി അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഏറ്റവും ഹയർ അതോറിറ്റി അല്ലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്, ബ്രിട്ടീഷേഴ്സ് അല്ലെ, കമ്പനി റൂൾ തന്നെയാണ്. ആൻഡ് ഓൾസോ എന്ത് ചെയ്തിട്ടുണ്ട്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗവേണിംഗ് ബോഡി ഓഫ് ദ കമ്പനിയാണ്. അതായത് നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാക്സ് കൊടുക്കണമായിരുന്നു അല്ലെ, റവന്യൂ കൊടുക്കണമായിരുന്നു. സോ ഈ റവന്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന കുറെ ആൾക്കാരാണ് എന്ത്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ ഗവേണിംഗ് ബോഡിയാണ് എന്ത്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സബോർഡിനേറ്റഡ് ദ ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് ടു ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഹയർ അതോറിറ്റി ആണ്. ആ ഹയർ അതോറിറ്റിയുടെ അണ്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ്. ബോംബെയും മദ്രാസും എന്താ മെയിൻ എന്തായിരുന്നു ഏരിയാസ് അല്ലായിരുന്നു, ബോംബെ മദ്രാസ് ബംഗാൾ എന്നൊക്കെ പറഞ്ഞു. സോ ബോംബെ ആൻഡ് മദ്രാസ് എന്തുണ്ടായിരുന്നു, സബോർഡിനേറ്റ് ആയിട്ടുള്ള ഗവർണേഴ്സിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തെ ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ അണ്ടറിലാണ് എന്ത് ചെയ്തത്, ദ സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഫോർട്ട് വില്യം, അതായത് കൽക്കട്ട, ആസ് ദ അപ്പെക്സ് കോർട്ട് ഇൻ 1774. അതായത് 1774 ഒരു അപ്പെക്സ് കോർട്ട് അല്ലെങ്കിൽ ഒരു അപ്പെക്സ് അതോറിറ്റി എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു, സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ കൽക്കട്ട. ഓക്കെ. സോ റെഗുലേറ്റിംഗ് ആക്ടിന്റെ
ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണ്? അതാണ്. അല്ലെങ്കിൽ ഇപ്പഴും നമ്മള് ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പഴും ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെ? ഒരു അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് ഇപ്പഴും എന്ത് തന്നെയാണ്? സുപ്രീം കോർട്ട് തന്നെയാണ്. സോ സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഫോർട്ട് വില്യം, അതായത് കൽക്കട്ടയില് ആസ് ദ അപ്പെക്സ് കോർട്ട് ഇൻ 1773 എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു അപ്പെക്സ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റി എന്ന് പറയുമ്പോഴും പക്ഷെ എന്താണ്? ഓൺലി മിനിമൽ പവേഴ്സ് വെയർ ദേർ. അതായത് കോർട്ടിനും എന്തേ ഉള്ളായിരുന്നു? വളരെ മിനിമൽ പവേഴ്സേ എന്ത് ഉണ്ടായിരുന്നുള്ളൂ. ഓ ഉം ആഹ് ഫൈനൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ആരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഡിസിഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് നാൾ എന്ത് ചെയ്തു? ഈ കുറെ റൂൾസിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തു? മൂവ് ചെയ്തു. സോ അതിനുശേഷം വന്നതാണ് എന്ത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784ന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തു? കുറെ ഈ കമ്പനീസ് എന്ത് ചെയ്തു? ദേ മെയ്ഡ് സം ടെറിട്ടറീസ്. ഓക്കെ. കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. അതായത് അവർ കുറച്ച് ഏരിയാസ് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ആ ഏരിയാസിനെ അവരെന്ത് ചെയ്തു? ദ ബ്രിട്ടീഷ് പൊസിഷൻ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചു. ഓക്കെ. ദ കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ വെർ കോൾഡ് ദ ബ്രിട്ടീഷ് പൊസിഷൻ ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ ഗവർണേഴ്സ് കൗൺസിൽസ് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു? മദ്രാസ് ആൻഡ് ബോംബെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓൾറെഡി നേരത്തെ ഇതിൽ എന്തായിരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ടായിരുന്നു. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു എന്തുള്ളത്? ഗവർണേഴ്സ് ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? വന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എവിടുന്ന് തന്നെയായിരിക്കും? ഹയർ അതോറിറ്റിയിൽ നിന്ന് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. പക്ഷെ അതിന് പകരം ഗവർണേഴ്സ് കൗൺസിൽസ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെ? മദ്രാസ് ആൻഡ് ബോംബെയില്. ആൻഡ് അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി. നേരത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യായിരുന്നു? ഒറ്റ ഒരു ഇതിന്റെ അണ്ടറിലായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 വന്നപ്പോഴത്തേനും അവരെന്ത് ചെയ്തു? ദേ ഹാവ് ഡിവൈഡഡ് ദ ഫങ്ഷൻസ്. അതായത് ഒന്ന് കൊമേഴ്ഷ്യൽ അതേപോലെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് രണ്ടായിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? അവര് റൂൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ. അത്രയാണ് എന്ത്? അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ചാർട്ടർ ആക്ട് ഓഫ് 1813. അപ്പൊ ചാർട്ടർ ഓഫ് ആക്ട് ഓഫ് 1813 വന്നപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ദ കമ്പനീസ് മോണോപോളി ഓവർ ഇന്ത്യൻ ട്രേഡ് വാസ് ടെർമിനേറ്റഡ്. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ നേരത്തെ ഫുൾ ട്രേഡിന്റെയും എല്ലാ അധികാരങ്ങളും ആരുടെ കയ്യിൽ മാത്രമായിരുന്നു? കമ്പനിയുടെ കയ്യിൽ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ട്രേഡിൽ ഉണ്ടായിരുന്ന മോണോപോളി അവരെന്ത് ചെയ്തു? ഒന്ന് ടെർമിനേറ്റ് ചെയ്തു. അപ്പൊ ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരെ ഒഴിവാക്കി എന്നല്ല അതിനർത്ഥം. എന്ത് ചെയ്തിട്ടുണ്ട്? എക്സെപ്റ്റ് ടീ ആൻഡ് ഒപ്പിയം എന്ന് പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്? ചില നോട്ട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ടീ, അതായത് തേയിലയും ഒപ്പിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക തരത്തിലുള്ള ഡൈയുടെ ഇതാ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? അതും ഒഴിവാക്കി ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ടെർമിനേറ്റ് ചെയ്തു. അപ്പൊ ഇപ്പോഴും ഈ ടീയുടെയും ഒപ്പിയത്തിന്റെയും മോണോപോളി അല്ലെങ്കിൽ അതിലുള്ള അധികാരം ആരുടെ കയ്യിൽ തന്നെയായിരുന്നു? കമ്പനിയുടെ കയ്യിൽ തന്നെയായിരുന്നു. അത് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാര്യത്തിലുള്ള ട്രേഡ് മാത്രമേ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ? ബാക്കി സബ്ജക്ട്സിന് അല്ലെങ്കിൽ എല്ലാ ബ്രിട്ടീഷ് സബ്ജക്ട്സിനും ഒരേപോലെ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ ആ ഒരു ചാർട്ടർ ആക്ടിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ച് ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? സയൻസ് ആൻഡ് ലിറ്ററേച്ചർ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ അമംഗ് ദ നേറ്റീവ്സ്, അതായത് അവരോട് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളുടെ എന്ന് പറയുന്നതാണല്ലോ അവർ നേറ്റീവ്സ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും അവരെന്ത് ചെയ്യത്തില്ല? എന്താ ഈ പറയുന്ന ഓഫേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും കൊടുക്കത്തില്ല. സോ അവരോട് അടുത്ത് നിൽക്കുന്ന കുറച്ചെങ്കിലും നേറ്റീവ്സിന് അവരെന്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു? ദേ ഹാവ് ഗിവൺ പ്രൊമോഷൻ ഫോർ എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷൻ ഉള്ള പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? തീരുമാനിച്ചിട്ടുണ്ട്. സോ അതും എന്തിന്റെ അണ്ടറിൽ വരുന്നതാ? ഈ പറയുന്ന ചാർട്ടർ ആക്ട് ഓഫ് 1813 അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു അപ് ടു എന്താ 1813 വരെ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് നൗ ഇറ്റ് ഹാസ് ബിക്കം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. സോ ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് വാസ് ലോർഡ് വില്യം ബെന്റിക്. വില്യം ബെന്റിക് ആണ് എന്ത് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി. സോ അവിടെ തന്നെ എന്ത് ചെയ്തു? ആ ഒരു അവരുടെ
ബംഗാൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിന്റെ പ്രത്യേകം ഇതിന്റെ മാറ്റിയിട്ട് ഇന്ത്യ എന്നുള്ള ഒറ്റ ഇതിന്റെ അണ്ടറിൽ അവർ എന്ത് ചെയ്തു കൊണ്ടുവന്നു. വിച്ച് മീൻസ് എന്താ, ദിസ് വാസ് ദ ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് സെൻട്രലൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ എന്താണ് സെൻട്രലൈസേഷന്റെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടാണ് അതിനെ എന്ത് ചെയ്തത് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. Okay, the beginning of a central legislature for India as the act also took away legislative powers of Bombay and Madras provinces. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒറ്റ ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഇന്ത്യ എന്ന് പറയുന്നതിന് മൊത്തത്തിൽ ബ്രിട്ടീഷ് ഒറ്റ ഒരു അണ്ടറിൽ റൂൾ ചെയ്യാൻ പോവാനി. അല്ലാതെ പകുതി എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ഭാഗമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, നേരത്തെ ബംഗാൾ, മദ്രാസ്, ബോംബെ അങ്ങനെ കുറച്ച് ഇതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിലേ എടുത്ത് മാറ്റി ഇന്ത്യ ആസ് എ ഹോൾ എൻറ്റിറ്റി, ഒരു മൊത്തം എൻറ്റിറ്റി ഒന്നായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, ബ്രിട്ടീഷുകാരിനെ ഭരിക്കാനായിട്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗവർണേഴ്സ് കൗൺസിൽസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോംബെ, മദ്രാസ്. സോ ആ പറയുന്ന എല്ലാ പ്രൊവിഷൻസും അവരെന്ത് ചെയ്തു, എടുത്ത് എന്ത് ചെയ്തു, മാറ്റി. അതിന് പകരം എന്ത് ചെയ്തു, സെൻട്രൽ ലെജിസ്ലേച്ചേഴ്സ് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. സെൻട്രൽ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ എന്താ, ഒറ്റ എൻറ്റിറ്റി ആയിട്ട് മാറി. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ബോംബെയുടെ മദ്രാസിന്റെ ഒക്കെ ആ സ്പെഷ്യൽ പവേഴ്സ് എന്ത് ചെയ്തു, മാറി. അവരെന്ത് ചെയ്തു, എടുത്തു മാറ്റി. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കൊമേഴ്ഷ്യൽ എന്താ ബോഡിയിൽ നിന്ന് പകരം എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് എന്ത് ചെയ്തു, അത് മാറ്റി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് 1833യുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ചാർട്ടർ ആക്ട് ഓഫ് 1833 തന്നെ നമ്മൾ വേറൊരു പേരിൽ എന്ത് ചെയ്യും, അറിയപ്പെടും. സെയിന്റ് ഹെലന ആക്ട് എന്ന് എന്ത് ചെയ്യുന്നത്, ചാർട്ടർ ആക്ട് ഓഫ് 1833 തന്നെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മറ്റൊരു പേരാണത് സെയിന്റ് ഹെലന ആക്ട് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്ന് പറയുന്നത്. ഇതിൽ ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ ജനറൽസ് കൗൺസിൽസ് വാസ് സെപ്പറേറ്റഡ്. അതായത് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. അതേപോലെ തന്നെ 6 members in the Central Legislative Council, 4 out of 6 members were appointed by the provisional governments of Madras, Bombay, Bengal and Agra. അതായത് മൊത്തം 6 members ഉണ്ട് എന്തില്, നമ്മുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സോ അതിലെ 4 out of the 6 members എവിടെ നിന്ന് വരും, മദ്രാസ്, ബോംബെ, ബംഗാൾ ആൻഡ് ആഗ്രയിൽ നിന്ന് വരും. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 members ഉണ്ട്. എന്താ 2 members എന്ന് പറയുന്നത്, അപ്പൊ എവിടെ നിന്നായിരിക്കും വരുന്നത്, ആ ഒരു മൊത്തം 6 members ഉണ്ട്. ആ 6 members-ൽ 4 members-നെ എന്ത് ചെയ്തു, മദ്രാസ്, ബോംബെ, ബംഗാൾ ആൻഡ് ആഗ്രയിൽ നിന്ന് വരുന്നു. ബാക്കിയുള്ള 2 members എന്ത് തന്നെയായിരിക്കും, കമ്പനി ഹെഡ്സ് തന്നെയായിരിക്കും. സോ കമ്പനി ഹെഡ്സ് കൂടാതെ അല്ലെങ്കിൽ ഗവർണർ ജനറൽ കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്ത്, മദ്രാസിൽ നിന്ന് ഒരാൾ, ബോംബെയിൽ നിന്ന് ഒരാൾ, ബംഗാളിൽ നിന്ന് ഒരാൾ, ആഗ്രയിൽ നിന്ന് ഒരാൾ, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് സ്പെഷ്യൽ പ്ലേസസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി അപ്പൊ ഇത് എന്തിലോട്ടുള്ള തുടക്കമായി, ഒരു പാർലമെന്ററി സിസ്റ്റത്തിലോട്ടുള്ളതിന്റെ ഒരു ബേസ് പോലെയാണ് എന്ത് ചെയ്തത് അന്നത്തെ ഈ ഒരു സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് ശരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതേപോലെ തന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, it introduced a system of open competition as the basis for the recruitment of civil servants of the company. കമ്പനിയുടെ തന്നെ എന്ത് ചെയ്തു, എന്താ സർവീസിന് വേണ്ടിയിട്ട് സിവിൽ സർവീസിനെ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. സോ അത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് ആക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിനും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് റെപ്രസെന്റേഷൻസ് കിട്ടി. ഇന്ത്യൻസ് വേർ ഓൾസോ അലൗഡ് ഇൻ ദ സിവിൽ സർവൻസ്. ആ ഒരു സിവിൽ സർവൻസ് ആയിട്ട് ഇന്ത്യൻ മെമ്പേഴ്സ്, ഇന്ത്യക്കാരെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു 1853 വരെയുള്ള കാര്യങ്ങളെല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നതായിരുന്നു, ഈ പറയുന്ന നമ്മുടെ കമ്പനി റൂളിന്റെ അണ്ടറിൽ വരുന്നതായിരുന്നു. എന്ത് ഈ പറയുന്ന 1853ലെ ചാർട്ടർ ആക്ട് വരെയുള്ളത് എല്ലാം കമ്പനി റൂളിന്റെ അണ്ടറിലായിരുന്നു. ബിക്കോസ് ആ ഒരു ടൈം വരെ നമ്മളെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, കമ്പനിയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. സോ അടുത്ത ആക്ട് ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 വരുമ്പോഴത്തേനും എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ നിന്ന് റൂൾ ആര് ടേക്ക് പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ കമ്പനി മാറിയിട്ട് ആ റൂൾ ആര് കമ്പനിയിൽ നിന്ന് വാങ്ങി, ക്രൗൺ, അതായത് ക്യൂൻ ആയിട്ടുള്ള ക്യൂൻ എലിസബത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് നമ്മൾ എന്താ നേരിട്ടുള്ള ഭരണമാണ്. അതായത് നേരിട്ട് ക്യൂന്റെ അണ്ടറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന കോളനി ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭരിക്കുന്നത്. സോ കമ്പനിയിൽ നിന്ന് എല്ലാ റൂളും ആര്
ആർക്ക് കൊടുത്തു? ക്രൗൺ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യൂനിലേക്ക് എന്ത് ചെയ്തു? മാറി. ഓക്കെ. ദ പവേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ വെയർ ടു ബി എക്സസൈസ്ഡ് ബൈ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അപ്പം ക്യൂൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷിലാണ്. സോ അവിടെ ഇരുന്ന് റൂൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതായത് നമ്മള് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോയിന്റ് ചെയ്തു. സോ ക്രൗൺ റൂൾ ആണ് അല്ലെ ക്യൂൻ റൂൾ ആണ്. ബട്ട് അണ്ടർ ദ ക്രൗൺ റൂൾ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? നേരിട്ടല്ല. നേരിട്ട് എന്ന് പറയുമ്പം ഷീ എന്താ ബ്രിട്ടീഷിലാണ് എന്ത് ക്യൂൻ ഉള്ളത്. സോ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സർസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ ഒരു സമയത്താണ് എന്ത് വരുന്നത്? ഈ ക്യൂൺ റൂൾ വരുന്ന സമയത്താണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൂടാതെ ആരുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓൾറെഡി നമുക്ക് അതുവരെ എന്തുണ്ടായിരുന്നു? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. സോ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റ് എന്താക്കി മാറ്റി? ഇറ്റ് വാസ് ഡെസിഗ്നേറ്റഡ് ആസ് വൈസ്രോയി ഓഫ് ഇന്ത്യ. എന്താക്കി? വൈസ്രോയി എന്ന പേരിലോട്ട് എന്ത് ചെയ്തു? മാറ്റി. ഓക്കെ. ആ വൈസ്രോയി ഓഫ് ഇന്ത്യയുടെ കൂടെയാണ് എന്തുള്ളത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെമ്പർ ആര് അപ്പോയിന്റ് ചെയ്യുന്ന ആളാ? ക്രൗൺ അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ്. സോ അത് കൂടാതെയാണ് എന്തുള്ളത്? വൈസ്രോയി എന്ന് പറയുന്ന ഒരു അതോറിറ്റി എന്തുള്ളത്? ഉള്ളത് ഇവിടെ. ഓക്കെ. ഇനി അതേപോലെ തന്നെ അത് വരുമ്പോഴത്തേനും എന്ത് ചെയ്തു? ഇവിടുത്തെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിൽസ് അല്ലെങ്കിൽ എന്താ പറയുന്നേ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ പവേഴ്സും എന്ത് ചെയ്തു? എല്ലാം എടുത്ത് മാറ്റി ഡയറക്റ്റ് ആയിട്ട് എന്തിന്റെ അണ്ടറിലായി? ക്യൂവിന്റെ അണ്ടറിലായിട്ട് മാറി. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് ലോർഡ് കാനിങ്. ഓക്കെ. ആരാണ്? ലോർഡ് കാനിങ് ആണ് എന്ത് ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ അബോളിഷ്ഡ് ബോർഡ് ഓഫ് കൺട്രോൾ ആൻഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് കൺട്രോളിനെയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെയും ഒക്കെ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. അതൊക്കെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് ഡയറക്റ്റ് ആയിട്ട് ക്യൂൻ അല്ലെങ്കിൽ ക്രൗണിന്റെ അണ്ടറിലായി നമ്മുടെ എന്തെന്ന് പറയുന്നത് റൂളിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അതിനുശേഷം വന്ന ഫസ്റ്റ് ആക്ട് ആണ് എന്ത്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. സോ ഈ ഇന്ത്യൻ കൗൺസിൽസ് ഓഫ് ആക്ട് ഓഫ് 1861 എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വൈസ്രോയുടെ തന്നെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ മെമ്പേഴ്സ് വെയർ ഓൾസോ റെപ്രസെന്റഡ് അല്ലെ ഇന്ത്യൻ മെമ്പേഴ്സിനെ എന്ത് ചെയ്യിപ്പിച്ചു? അവര് അലോ ചെയ്തു. സോ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ദ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നോൺ ഒഫീഷ്യൽ ആണ് അതെല്ലാം. ആൻഡ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് 3 ഇന്ത്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അലോ ചെയ്തു അല്ലെങ്കിൽ നമ്മളുടെ റെപ്രസെന്റേഷൻ അവർ എന്ത് ചെയ്തു? എടുത്തു. ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് വെർ എസ്റ്റാബ്ലിഷ് ഇൻ സെന്റേഴ്സ് ആൻഡ് പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ എപ്പോഴും ഉണ്ട്. സോ നാട്ടുരാജ്യങ്ങളിലും സെന്റേഴ്സിലും എല്ലാം എന്ത് ചെയ്തു? ലെജിസ്ലേറ്റീവ് കൗൺസിൽസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനിഷ്യേറ്റഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു റൂളിന്റെ അണ്ടറിൽ എന്ത് ചെയ്തായിരുന്നു? മദ്രാസ്, ബോംബെ അതിന്റെയൊക്കെ പവേഴ്സ് എന്ത് ചെയ്തായിരുന്നു? അല്ലെങ്കിൽ അവരുടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ഗവേണിംഗ് പവർ എടുത്ത് മാറ്റിയായിരുന്നു അല്ലെ? സോ അതെല്ലാം ഇപ്പൊ എന്ത് ചെയ്തു? തിരിച്ചു കൊണ്ടുവന്നു. ഇനിഷ്യേറ്റഡ് ദ പ്രോസസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ബൈ റീസ്റ്റോറിംഗ് ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ടു ബോംബെ ആൻഡ് മദ്രാസ് പ്രൊവിൻസസ്. ബോംബെക്കും മദ്രാസിനും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന അധികാരങ്ങൾ അത്രയും എഫക്റ്റിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്ത് ചെയ്തു? കുറച്ച് അധികാരങ്ങളൊക്കെ എന്ത് ചെയ്തു? അവർക്ക് തിരിച്ച് കൊടുത്തു. ആൻഡ് അതിനുശേഷം വരുന്നതാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം 1892 ഒക്കെ ആകുമ്പോഴത്തേനും എന്ത് ചെയ്തു? ആ ആക്ടിനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടും. മോർലെ മിന്റോ റിഫോംസ് എന്ന് എന്ത് ചെയ്യാറുണ്ട്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അറിയപ്പെടാറുണ്ട്. നേരത്തെ മറ്റൊരു പേര് പറഞ്ഞത് ഏതിനായിരുന്നു? ചാർട്ടർ ആക്ട് ഓഫ് 1833 ആയിരുന്നു. സെയിന്റ് ഹെലന ആക്ട് എന്ന് പറയും. അതിനുശേഷം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909നെ മറ്റൊരു പേരാണ് എന്ത്? മിന്റോ മോർലെ റിഫോംസ് എന്നുള്ളത്. അല്ലെങ്കിൽ മോർലെ മിന്റോ റിഫോംസ് എന്നുള്ളത് എന്താണ്? മറ്റൊരു പേരാണ്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഡയറക്ട് ഇലക്ഷൻസ് ടു ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഇൻട്രൊഡ്യൂസിംഗ് എ റെപ്രസെന്റേറ്റീവ് ആൻഡ് പോപ്പുലർ എലമെന്റ് എന്ത് ചെയ്തു? ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനു വേണ്ടിയിട്ട് ടു ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഫോർ ഇൻട്രൊഡ്യൂസിംഗ് എ റെപ്രസെന്റേറ്റീവ് ആൻഡ് പോപ്പുലർ എലമെന്റ്. അത് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് എല്ലാവരും എന്ത് ചെയ്തു?
ഏറ്റെടുത്ത ഒരു ഇതായിരുന്നു. അതേപോലെ തന്നെ ഇറ്റ് ചേഞ്ച്ഡ് ദ നെയിം ഓഫ് ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ടു ദ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പേര് എന്തായിട്ട് മാറ്റി? അവര് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാക്കി മാറ്റി. അതേപോലെ തന്നെ ഈ ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് അതേപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വാസ് ഇൻക്രീസ്ഡ് ടു 60 ഫ്രം 16. അതായത് 16 എന്ന നമ്പറിൽ ഉണ്ടായിരുന്ന സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അംഗങ്ങളെ ഇപ്പൊ എന്താക്കി മാറ്റി? 60 എന്ന നമ്പറിലോട്ട് എന്ത് ചെയ്തു? മാറ്റി. അപ്പം ഇതില് ഇന്ത്യൻ അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പറാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ന് പറയുന്നത്. ഇന്ത്യൻസ് ഇൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ. അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇൻക്ലൂഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ ആണ് എന്ത്? സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ന് പറയുന്നത്, അല്ലെ സത്യേന്ദ്ര സിൻഹ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ്. അതായത് 1919ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ 1919ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മറ്റൊരു പേരാണ് എന്ത്? മൊണ്ടേഗോ-ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, മൊണ്ടേഗോ-ചെംസ്ഫോർഡ് റിഫോംസ്. സോ മൊണ്ടേഗോ-ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വന്നതെന്ന് ചോദിച്ചാല്, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻട്രൊഡക്ഷൻ ഓഫ് ദ റെസ്പോൺസിബിൾ ഗവൺമെന്റ്, അല്ലെങ്കിൽ എന്താ ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാര പൊസിഷനിലേക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു അധികാര ഭരണത്തിലേക്ക് എന്ത് ചെയ്തു, നമ്മളിപ്പോ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയാർക്കി സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ ഡയാർക്കി എന്ന് പറഞ്ഞാൽ? ഡിവിഷൻ ഇൻറ്റു ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ്ഡ് സബ്ജക്ട്സ്. അതായത് കുറെ അധികാരങ്ങളൊക്കെ ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. വേറെ കുറച്ച് അധികാരങ്ങളൊക്കെ ആർക്ക് കൊടുത്തു? അവിടുത്തെ പ്രിൻസ്ലി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ള അവർക്ക് തന്നെ എന്ത് ചെയ്തു? കൊടുത്തു. അതായത് പ്രൊവിൻഷ്യൽ ലെവലിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? കൊടുത്തു. ഓക്കെ. Under the diarchy system, the provincial subjects were divided into two parts, transferred and reserved. On reserved subjects, the governor was not responsible to the legislative council. അതായത് ഡയർക്കി സിസ്റ്റം അനുസരിച്ച് എന്ത് ചെയ്തു? സബ്ജക്ട്സിനെ രണ്ടായിട്ട് മാറ്റി. ഒന്ന് ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും. ആ റിസർവ്ഡ് സബ്ജക്ട്സിൽ ഗവർണർ വാസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഗവർണർ ഒരിക്കലും എന്തിനോട് റെസ്പോൺസിബിൾ അല്ല? ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് എന്താണ് റെസ്പോൺസിബിൾ അല്ല. ആൻഡ് ദ ആക്ട് ഓൾസോ ഇൻട്രൊഡ്യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈക്യാമറലിസം അറ്റ് ദ സെന്റർ. അതായത് ഫസ്റ്റ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബൈക്യാമറൽ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഇപ്പോഴും നമ്മൾ ഇവിടെ എന്തുണ്ട്? ബൈക്യാമറൽ സിസ്റ്റം ഉണ്ട്. എന്താ ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാവോ? രണ്ട് സഭകൾ ഉണ്ടാവുക ഒരുത്തയിൽ തന്നെ. അതാണ്. അതായത് അതിപ്പോ സെന്ററില് പറഞ്ഞോ പറഞ്ഞോ. അല്ല, സെന്ററിൽ ഇപ്പൊ ലോക്സഭ രാജ്യസഭ ഉണ്ടല്ലോ, അതേപോലെ അങ്ങനെ വരുന്ന ആ ഒരു സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു? ആ ഒരു സിസ്റ്റത്തിന്, അതായത് പവേഴ്സിനെ എന്ത് ചെയ്തു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈക്യാമറൽ സിസ്റ്റം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു സിസ്റ്റം, അല്ലെ? അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മൾ പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി വിത്ത് 140 മെമ്പേഴ്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിത്ത് 60 മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 140 മെമ്പേഴ്സും ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് 60 മെമ്പേഴ്സും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അന്ന് അവര് അത്രയും മെമ്പേഴ്സ് ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യം 16 ഉള്ളായിരുന്നു. ആ 16 എന്നുള്ള നമ്പർ ആണ് പിന്നീട് എന്തായിട്ട് ഇൻക്രീസ് ചെയ്തത്? 60 ആയിട്ട് ഇൻക്രീസ് ചെയ്തത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എത്തിയപ്പോഴത്തേനും. പിന്നെ അതുപോലെ തന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ദേ ഇൻട്രൊഡ്യൂസ്ഡ് ഡയറക്റ്റ് ഇലക്ഷൻസ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വന്നതും ഏതിന്റെ അണ്ടറിലാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919ന്റെ അണ്ടറിലാണ് എന്ത് വന്നത്? ഈ പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്ന് പറയുന്നത്. കാരണം ഈ ആക്ടിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഈ ആക്ടിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്?
നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റും കൂടെ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദിസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അതേപോലെ തന്നെ ഈ ആക്ടിന് ശേഷം പിന്നെ നമ്മൾ എന്താ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് എന്ത് ചെയ്തത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 provided establishment of All India Federation. All India Federation means എന്താ പ്രിൻസ്ലി സ്റ്റേറ്റ്സും പ്രൊവിൻസസും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ എന്തായിട്ട് മാറി, ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒറ്റ ഒരു ഇതായിട്ട് മാറി. അതേപോലെ എന്ത് ചെയ്തു, 3 ലിസ്റ്റുകൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. 3 ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്കുണ്ട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് ഇല്ലേ, അതേപോലെ തന്നെ അന്നും എന്ത് ചെയ്തു, ദ ആക്ട് ഡിവൈഡഡ് ദ പവേഴ്സ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ യൂണിറ്റ്സ് ഇൻടു ഐറ്റംസ് ഓഫ് 3 ലിസ്റ്റ്. 3 ലിസ്റ്റുകളായിട്ട് മാറ്റി. ഒന്ന് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് ദ കൺകറന്റ് ലിസ്റ്റ്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന എന്താണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് എന്ന പേരിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് ദ ഫെഡറൽ ലിസ്റ്റ് ഫോർ ദ സെന്റർ കൺസിസ്റ്റഡ് ഓഫ് 59 items and the provincial list for the provinces consisted of 54 items and the concurrent list for both consisted of 36 items. So അന്നത്തെ ആ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട ഐറ്റംസിന്റെ എണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ റെസിഡ്യൂറി പവേഴ്സ്, അതായത് ഈ ലിസ്റ്റിൽ ഒന്നും ഉൾപ്പെടാത്ത കുറച്ച് പവേഴ്സ് അപ്പോഴും ഉണ്ട്, കാരണം കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, അധികാരം നമുക്ക് കൈമാറിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിലല്ലാതെ കുറച്ച് റെസിഡ്യൂറി പവേഴ്സ് ഇപ്പോഴും ആരിൽ തന്നെയാണ്, ഗവർണർ ജനറലിൽ തന്നെയാണ്, അല്ലെങ്കിൽ എന്താ വൈസ്രോയിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ ഇരിക്കുന്നത്. And the act abolished the diarchy in the provinces and introduced provincial autonomy. എന്ത് ചെയ്തു, ഡയാർക്കി സിസ്റ്റത്തിനെ എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു. അതിനുശേഷം പകരം എന്ത് കൊണ്ടുവന്നു, പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതേപോലെ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ത് ചെയ്തു, അവര് അബോളിഷ് ചെയ്തു. ഫെഡറൽ കോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അപ്പൊ ഫെഡറൽ കോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത്, ഫെഡറൽ കോർട്ട് അതായത് ഓൾറെഡി നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു അപ്പെക്സ് അതോറിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കോർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉള്ളപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു അധികാരം ഫുൾ അപ്പെക്സ് അതോറിറ്റി ആയിട്ട് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫെഡറൽ കോർട്ട് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഫെഡറൽ കോർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മാറി. These 6 provinces were ആസാം, അതായത് ബൈകാമറൽ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബൈകാമറൽ സിസ്റ്റം അറ്റ് പ്രൊവിൻഷ്യൽ ലെവൽ ഓൾസോ. പ്രൊവിൻഷ്യൽ ലെവലിലും, നേരത്തെ സെൻട്രൽ ലെവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ ബൈകാമറൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ അതിനിപ്പോ എന്ത് ചെയ്തു, അവര് പ്രൊവിൻഷ്യൽ ലെവലിൽ, അതായത് പ്രൊവിൻസസിന്റെ അണ്ടറിലൂടെ എന്ത് ചെയ്തു, ബൈകാമറൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സോ അങ്ങനെ 11 പ്രൊവിൻസസ് ഉള്ളതിൽ 6 പ്രൊവിൻസിൽ എന്ത് ചെയ്തു, ബൈകാമറൽ സിസ്റ്റം കൊണ്ടുവന്നു. ആ 6 പ്രൊവിൻസസ് എന്ന് പറയുന്നതാണ് ആസാം, ബംഗാൾ, ബോംബെ, ബീഹാർ, മദ്രാസ് ആൻഡ് യുണൈറ്റഡ് പ്രൊവിൻസ്. ഈ പറയുന്ന ഇത്രയും 6 പ്രൊവിൻസസിൽ എന്ത് ചെയ്തു, ബൈകാമറൽ സിസ്റ്റം കൊണ്ടുവന്നു. സോ അതിന് മുമ്പ് വരെ എന്തോ ഉണ്ടായിരുന്നു, സെന്റർ ബേസ്ഡ് മാത്രമായിരുന്നു ബൈകാമറൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ഓടെ അതെന്തിലേക്ക് വന്നു, ഈ പറയുന്ന പ്രൊവിൻസസിലൂടെ എന്ത് ചെയ്തു, ഈ പറയുന്നത് വന്നു. അതിപ്പോഴും നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. ചില സ്റ്റേറ്റ്സിന് എന്തുണ്ട്, ബൈകാമറൽ സിസ്റ്റം ഉണ്ട്, അതായത് ബോത്ത് എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉള്ള സ്റ്റേറ്റ്സും ഉണ്ട് ഇപ്പോഴും. ഓക്കെ, അതിനുശേഷം പിന്നെ വന്നത് എന്താണ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. അതായത് എന്താ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം എന്ത് ചെയ്തു, കുറച്ചധികം കാര്യങ്ങൾ ഒരു എന്താ ചെയ്യുന്നുണ്ട്, ഓഗസ്റ്റ് ഓഫർ, അതുപോലെ ക്രിപ്സ് മിഷന്റെ പ്രപ്പോസല്, ക്യാബിനറ്റ് മിഷന്റെ അറൈവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ശേഷം എന്ത് ചെയ്തു, ബൈ 1947 നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ത് ചെയ്തു, കിട്ടി. ഓക്കെ, സോ ഇറ്റ് ഡിക്ലെയർഡ് ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറൈൻ സ്റ്റേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് റെസ്പോൺസിബിൾ ഗവൺമെന്റ്സ് അറ്റ് ബോത്ത് ദ സെന്റർ ആൻഡ് പ്രൊവിൻസസ്. സെൻട്രലിലും പ്രൊവിൻസിലും ഒക്കെ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ഗവൺമെന്റ്സിന്റെ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ്മെന്റ് വന്നു. And designated the Viceroy of India and the provisional governors as the constitutional. Only the normal heads ആയിട്ട് മാത്രം എന്ത് ചെയ്തു, വൈസ്രോയെയും പ്രൊവിഷണൽ ഗവർണേഴ്സിനെയൊക്കെ മാറ്റി. അതായത് ഓൾമോസ്റ്റ് എല്ലാ അധികാരവും ആരിലേക്ക് വന്നു, ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ മെമ്പേഴ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നമ്മൾ മാത്രമായി എന്ത്, നമ്മുടെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ മാത്രമായിട്ട് മാറി. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് എത്രയും നാളും ഒരു കോളനി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു എന്താ ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആകുമ്പോൾ വി നീഡ് സപ്പോർട്ട്, നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരെങ്കിലും വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് വൈസ്രോയ് ഓഫ് ഇന്ത്യൻ പ്രൊവിഷണൽ ഗവർണേഴ്സിനെ എന്താക്കി മാറ്റിയത്, നോർമൽ ഹെഡ്സ് മാത്രമാക്കി മാറ്റിയത്. ഓക്കെ, ഫുൾ അല്ലാതെയുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള പവേഴ്സ് എല്ലാം ആരിൽ തന്നെയാണ്, ഇപ്പം ഇന്ത്യൻസിന്റെ കയ്യിൽ തന്നെയാണ്, നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്തുള്ളത്, ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടായിരുന്നത്.
So it assigned dual functions, constituent and legislative, to the Constituent Assembly and declared this Dominion Legislature as a sovereign body. എന്ത് ചെയ്തു? നമ്മള് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 നമ്മൾ എന്തായിട്ട് മാറി? നമ്മൾ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറി. സോ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ ഇൻഡിപെൻഡന്റ് ആയി എന്നുള്ള ആ ഒരു തോട്ട് വന്നപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തു? അത്രയും നാള് നമ്മൾ വേറെ കുറെ റൂൾസിന്റെയും അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാർ പറഞ്ഞിരുന്ന ആ ഒരു പാത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആയപ്പോൾ നമുക്ക് എന്ത് വേണം? വി നീഡ് അവർ ഓൺ റൂൾസ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് അധികാരങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വേണം അല്ലെ? അപ്പൊ ചുമ്മാതെ അത് വാക്കാൽ പറയുന്നത് കൊണ്ട് മാത്രം എന്താവില്ല, നമുക്ക് കിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നത്. അപ്പൊ ചാടിക്കയറി ചുമ്മാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് പറ്റില്ല. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? വി മേഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പല പല ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ പല പല കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം ആലോചിച്ച് എന്ത് ചെയ്തു? ഓരോന്നിന്റെ അണ്ടറിൽ എന്തിന്റെ അണ്ടറിൽ വരണം, എന്തൊക്കെ റൂൾസ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിനെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് കളക്റ്റീവ് ആയിട്ട് ഡിസ്കഷന് ശേഷം അതൊന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തത്? വന്നത്. സോ അപ്പൊ ഇതിനിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അതിന്റെ ഇടയ്ക്ക് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എം.എൻ. റോയ് എന്ന് പറയുന്ന എം.എൻ. റോയ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 1934 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ഐഡിയ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്തിനു വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞിട്ട് 1935 തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് സത്യത്തിൽ എന്ത് ചെയ്തത്? 1940 ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ കിട്ടുകയും അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓക്കെ, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം, അല്ലെങ്കിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂടാം എന്നുള്ള തീരുമാനം എടുത്തത്. ഓക്കെ, അപ്പൊ വെറുതെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വെറുതെ അങ്ങ് ഫോം ചെയ്യാൻ പറ്റില്ല. സോ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതാണെന്ത്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. എന്താണ്? ക്യാബിനറ്റ് മിഷൻ ആണ് ആക്ച്വലി നമുക്ക് എന്തിനുള്ള ഐഡിയ തരുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എങ്ങനെ വേണം, അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യാം. അതേപോലെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് പറഞ്ഞപ്പം മുസ്ലിം ലീഗ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിനെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രപ്പോസൽ ഒക്കെ. സോ ക്യാബിനറ്റ് മിഷന് ശേഷമാണ് എന്ത് ചെയ്തത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അസോസിയേഷൻ കൂടെ എന്ത് ചെയ്തത്? അവരെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എല്ലാരെയും കൂടെ ഒത്തു നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യാം? രൂപീകരിക്കാം എന്നുള്ളത് ബേസിസിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷന്റെ അണ്ടറിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്? ചേരാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ശേഷം പിന്നെ എന്ത് ചെയ്തു? വിവിധ തരത്തിലുള്ള കമ്മിറ്റീസ് വരുന്നുണ്ട് അതിനകത്ത്. ആ കമ്മിറ്റീസിന്റെ ഒക്കെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? പല പല ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്, ലാംഗ്വേജിന് ഒരു കമ്മിറ്റി കാണും, അതുപോലെ പല പല കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസ് എല്ലാം കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഫൈനലി അതിന്റെ ഒരു റിട്ടൺ ഡോക്യുമെന്റ് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പം അതാണ് എന്ത് ചെയ്തേക്കുന്നത്? പറയുന്നത് ഇവിടെ എന്താണ്? ലോസ് ബിഫോർ ചാർട്ടർ ആക്ട് ഓഫ് 1833 വേർ കോൾഡ് റെഗുലേഷൻസ്, ആഫ്റ്റർ ഇറ്റ് ദേ വേർ കോൾഡ് ആക്ട്സ്. അതായത് 1833 ചാർട്ടർ ആക്ടിന് മുമ്പ് വരെയുള്ളതെല്ലാം എന്തായിരുന്നു? റെഗുലേഷൻസ് ആയിരുന്നു. അതിനുശേഷമുള്ളതെല്ലാം എന്തായിട്ട് മാറി? ആക്ടുകളായിട്ട് മാറി. ഇനി വാറൻ ഹേസ്റ്റിംഗ്സ് ക്രിയേറ്റഡ് ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. കോൺവാലിസ് ലേറ്റർ സെപ്പറേറ്റഡ് ജുഡീഷ്യൽ പവേഴ്സ്. വാറൻ ഹേസ്റ്റിംഗ്സ് എന്ത് ചെയ്തു? ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ള ഒരു പോസ്റ്റ് കൊണ്ടുവന്നു. കോൺവാലിസ് ആണ് എന്ത് ചെയ്തത്? ജുഡീഷ്യൽ പവേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, ആൻഡ് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇവോൾവ് ഫ്രം അൺചെക്ഡ് എക്സിക്യൂട്ടീവ് റൂൾ ടു റെസ്പോൺസിബിൾ ഗവൺമെന്റ് and legislature and people, and also portfolio system and budget indicated separation of powers. അങ്ങനെ എന്ത് ചെയ്തു? നമുക്കൊരു പോർട്ട്ഫോളിയോ സിസ്റ്റം വന്നു, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വന്നത് എന്ത് ചെയ്തു? പവേഴ്സിനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു കാരണമായിട്ട് എന്ത് ചെയ്തു? മാറി. അതേപോലെ ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് മയോ ആണ്. വിച്ച് ലീഡ് ടു ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒരു ഫോർമേഷന് വേണ്ടിയിട്ട് കാരണമായത് എന്താണ്? ലോർഡ് മയോയുടെ ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ ആണ് എന്ത് ചെയ്തത്? അതിലേക്ക് കാരണമായിട്ട് മാറിയത്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്?
അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വന്നു. അതിനുശേഷം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് അസംബ്ലി ഇവോൾവ്ഡ് ഇൻടു രാജ്യസഭ ആൻഡ് ലോക്സഭ. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് പിന്നീട് എന്തായിട്ട് മാറിയത്, ഇപ്പോഴത്തെ നമ്മുടെ രാജ്യസഭ ആൻഡ് ലോക്സഭയായിട്ട് മാറിയത്. അതേപോലെ ലോർഡ് റിപ്പൺസ് റെവല്യൂഷൻ ഈസ് കോൾഡ് ദ മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺസിന്റെ റെസൊല്യൂഷൻ ആണ്. ആൻഡ് ലോർഡ് റിപ്പണെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്, ലോർഡ് റിപ്പണെയാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ആൻഡ് റെയിൽവേ ബഡ്ജറ്റ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ജനറൽ ബഡ്ജറ്റ് ഇൻ 1924 ബേസ്ഡ് ഓൺ ദ അക്വർത്ത് കമ്മിറ്റി. അക്വർത്ത് കമ്മിറ്റിയുടെ എന്താ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്തത് റെയിൽവേ ബഡ്ജറ്റിനെ ജനറൽ ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തത് ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കി കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന 1947 എത്തിയപ്പോഴത്തേനുമാണ് നമുക്ക് എന്ത് കിട്ടിയത്, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. സോ അപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്, സോ നമുക്ക് എന്ത് വേണം, ഇനി നമ്മളെ റൂൾ ചെയ്യാനായിട്ട് എന്ത് വേണം, കുറച്ച് റൂൾസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടേൺ റൂൾസ് വേണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എന്ത് ചെയ്തത് നമ്മൾ എത്തുന്നത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയും അതിന്റെ കമ്മിറ്റീസ് അതേപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബാക്കി സോഴ്സസ്, അത് എവിടെ നിന്നൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്, സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ഷെഡ്യൂൾസ്, പാർട്സ്, അതൊക്കെ ഇനി എന്ത് ചെയ്യും വരുന്ന ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രിയോർലി എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തെ ഓരോ ആക്ടും റൂൾസും അല്ലെങ്കിൽ മോർലെമിന്റോ റിഫോംസ് അല്ലെ മൊണ്ടേഗോ ചെംസ്ഫോർഡ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് വരാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോട്ട്സ് എന്ത് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആക്കി എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു ബൈക്യാമറൽ സിസ്റ്റം ഇൻ സെന്റർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബൈക്യാമറൽ സിസ്റ്റം എവിടെ കൊണ്ടുവന്നു, അവർ പ്രൊവിൻസസിലും കൊണ്ടുവന്നു. അപ്പൊ ഇത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ് സെൻട്രൽ വന്നത്, ഏത് ആക്ടിന്റെ അണ്ടറിലാണ് പ്രൊവിൻസിൽ വന്നത് എന്നൊക്കെ ഉള്ളത് എന്താണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് തന്നെ ഇതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമ്മളിപ്പം നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എന്താണ് പൊളിറ്റി ആയിരുന്നു. അപ്പൊ നമ്മുടെ ഡെമോ ക്ലാസ്സിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഡേ ആയിരുന്നു ഇന്ന്. നമ്മളപ്പം ഡിസ്കസ് ചെയ്തത് പൊളിറ്റി ആയിരുന്നു. സോ അപ്പം ഇപ്പം നിങ്ങൾക്ക് 2 ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് കാണും, നമ്മുടെ ക്ലാസ്സിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ബേസിക്കലി ക്ലാസ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇപ്പൊ ഇതിനോടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും 2 ക്ലാസ്സസ് കൊണ്ട് നമുക്ക് മനസ്സിലായി കാണും. പിന്നെ ഇതിന്റെ ഒരു എഫക്റ്റ് ഇനി അല്ലെങ്കിൽ ഇമ്പാക്ട് മനസ്സിലാവാൻ പോകുന്നത് എക്സാംസ് എഴുതുമ്പോഴായിരിക്കും. കാരണം നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു പോകുന്ന ഓരോ പോയിന്റും അല്ലെങ്കിൽ ഈ പറയുന്നതിലെ ഓരോ ആക്ടും അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ആക്ട് അല്ലേ പഠിച്ചത്, അപ്പം അതിലെ ഓരോ പോയിന്റും ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അതിന്റെ ആ ഒരു എഫക്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് SSC, റെയിൽവേ, ബാങ്ക് എക്സാംസ് അങ്ങനെ എല്ലാ എക്സാംസും ട്രൈ ചെയ്യുന്നവരായിരിക്കും എന്തായാലും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക എക്സാംസും എല്ലാവരും എന്ത് ചെയ്യാറുണ്ട് നോക്കാറുണ്ട്. സോ എന്ത് ചെയ്യുക ആ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള GK ഫുൾ കോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ GK മാത്രമല്ല എന്തുണ്ട് കറണ്ട് അഫയേഴ്സ് സെഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ക്ലാസ്സസ് ഈ ഡെമോ ക്ലാസ്സസ് എത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായി കാണും. സോ എന്ത് ചെയ്യുക സൺഡേക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക നിൽക്കുക. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പൊ CGL 2026 എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ മാക്സിമം
ടു മാക്സ് നമ്മൾ എന്ത് ചെയ്യും ഏപ്രിൽ കൊണ്ട് നമ്മുടെ കോഴ്സസ് അതിന് മുമ്പ് പറ്റുമെങ്കിൽ അത്രയും നേരത്തെ നമ്മൾ എന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും. മാക്സ് ടു മാക്സ് നമ്മൾ ഏപ്രിൽ കൊണ്ട് എന്ത് ചെയ്യും നമ്മുടെ ഫുൾ GK കോഴ്സ് എന്ത് ചെയ്യും കവർ ചെയ്യും. ഒപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സും എന്ത് ചെയ്യും കുറച്ചും കൂടെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും. ഇപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും എക്സാം ഒക്കെ അടുക്കാറാകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു 6 months അല്ലെ ആ ഒരു ലെവലിലോട്ട് അല്ലെ 1 year കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്തായാലും നോക്കും. സോ അത്രത്തോളം ഇപ്പം 25 ക്വസ്റ്റ്യൻസ് ആ GK എന്ന് വരുന്നെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 എങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എത്തും. ആ ഒരു അത്രയും നല്ല ഫൗണ്ടേഷൻ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു കോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ക്ലാസ്സസ് കണ്ട് എന്ത് ചെയ്യുക ഡെമോ ക്ലാസ്സസ് കാണുക. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല പേടിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു 1 hour നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ക്ലാസ് മിസ്സായി എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് കാണാം, നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനേക്കാളിലുപരി നമുക്ക് എന്തുണ്ട് നമുക്ക് ഡെയിലി ക്വിസസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിനും ക്വിസ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട് നമുക്ക് GKയുടെ ക്വിസസും എന്തായിരിക്കും നമുക്ക് അവൈലബിൾ ആണ്. GKയുടെ ക്വിസസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാ വരുന്നത് വീക്ക്ലി ആയിരിക്കും വരുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ക്വിസ് എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട് ഡെയിലി എന്തുണ്ട് ക്വിസസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എന്തുണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. ഇത് എക്സാമിന് വരുന്ന ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് എന്ത് ചെയ്യാം കുറച്ച് അറിയായിരിക്കും. നമ്മൾ എന്തുണ്ട് കുറച്ച് വെബ് ക്യാപ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള 1-to-1 ഷോർട്സ് അതായത് 1 minute ഐഡിയാസ് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇതിപ്പം GK കോഴ്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഫെർദർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാനുള്ളൂ ഉണ്ട്. നമ്മൾ ഈ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക ഗ്രാബ് ചെയ്യുക. സോ മാക്സിമം സൺഡേക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യുക എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന്, അതായത് ഫസ്റ്റ് 100 ആൾക്കാർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം മറ്റെവിടെയെങ്കിലും കോഴ്സിന് പോയാൽ ഇതിൽ നല്ല എന്ത് ചെയ്യും നിങ്ങൾക്ക് നല്ല ഒരു എമൗണ്ട് കോഴ്സ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത്രയും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോഴ്സ് ഫുൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഡെയിലി ക്ലാസ്സസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കോഴ്സ് എവിടെയെങ്കിലും പോയി അല്ലാതെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് കാണണമെന്ന് എന്തില്ല ഉറപ്പില്ല. അവിടെ മാക്സിമം വീക്ക്ലി ത്രൈസ് അല്ലെ വീക്ക്ലി അങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട് ഡെയിലി ക്ലാസ് ഉണ്ട് ഇത്രയും ഒരു അഫോർഡബിൾ റേറ്റിൽ. സോ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക സൺഡേക്ക് മുമ്പ് സൺഡേ വരെ നോക്കിയിരിക്കാതെ നാളെ തന്നെ എന്ത് ചെയ്യുക എല്ലാവരും കോഴ്സസ് എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഒരു ടീമിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റഡി ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും ഇൻഫോർമേഷൻസ് കിട്ടും. നമ്മൾ ഒരാള് ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് ചെയ്യുന്നു പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻ. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതെന്താണ് അത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇമ്പാക്ട്ഫുൾ ആയിട്ട് വരും. ഓക്കെ, സോ എല്ലാവരും മാക്സിമം സൺഡേയിലേക്ക് തന്നെ എന്ത് ചെയ്യുക സൺഡേക്ക് മുമ്പായിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. കാരണം മൺഡേ മുതൽ നമ്മൾ എന്തായിരിക്കും പെയ്ഡ് മെമ്പേഴ്സിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിലും നിങ്ങൾക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക സൺഡേക്ക് മുമ്പായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഓക്കെ.